വളരെ കുറച്ചു കാലങ്ങളെ ആയിട്ടുള്ളൂ കേരളത്തിലെ സ്ത്രീകൾ വളകാപ്പ് ചടങ്ങ് ഗംഭീരമായി ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്. ജാതിമത ഭേദമന്യേ വളകാപ്പ് ചടങ്ങ് ആഘോഷങ്ങൾ നടക്കാറുണ്ട്. വളകാപ്പിന് ശേഷമാണ് ഗർഭിണികളായ സ്ത്രീകളെ അവരുടെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും ഗർഭകാലത്തും പ്രസവ സമയത്തും ഏറെ ശ്രദ്ധ സ്ത്രീകൾക്ക് ലഭിക്കാറുള്ളതും. വയറ്റിലെ കുഞ്ഞിന്റെ ആരോഗ്യം കൂടി കണക്കാക്കിയാണ് പലതും നടക്കുന്നത്. അടിസ്ഥാനപരമായ സംരക്ഷണം മാത്രമല്ല, ചില വിശ്വാസങ്ങളും ഇതിന്റെ അടിസ്ഥാനപ്പെടുത്തിയ ചടങ്ങുകളെല്ലാം പ്രധാനം തന്നെയാണ്. അതുകൊണ്ട് കൂടിയാണ് വളകാപ്പ് പോലുള്ളവ നടത്തുന്നതും. എന്നാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും താരപുത്രിയും എല്ലാമായ ദിയ കൃഷ്ണ വഴി പുതിയൊരു ചടങ്ങ് കൂടി മലയാളികൾക്ക് പരിചിതമായി. 5 മാസം ഗർഭിണിയാണ് ദിയ. ഇപ്പോഴിതാ 5-ാം മാസത്തിൽ തനിക്കും കുഞ്ഞിനുമായി ഭർത്താവിന്റെ വീട്ടുകാർ നടത്തിയ ഒരു ചടങ്ങിന്റെ വിശേഷങ്ങൾ വീഡിയോയായി പങ്കിട്ടിരിക്കുകയാണ് ദിയ. 2 ദിവസത്തെ ചടങ്ങായിരുന്നു നടന്നത്. ഭർത്താവ് അശ്വിൻ ഗണേഷ് തമിഴ് ബ്രാഹ്മണാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചടങ്ങുകളെല്ലാം വ്യത്യസ്തമാണ്. 5-ാം മാസത്തിൽ ഗർഭിണിക്കും കുഞ്ഞിനും വേണ്ടിയാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക പൂജകളും ആഘോഷങ്ങളും നടത്തിയത്. വളകാപ്പ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ലെന്നും അത് 7-ാം മാസത്തിൽ ഉണ്ടാകുമെന്നും അതിന് മുന്നോടിയായി നടക്കുന്ന ഒരു റിഹേഴ്സൽ ചടങ്ങാണെന്നുമാണ് ദിയ പറഞ്ഞത്. ആദ്യത്തെ ദിവസം തമിഴ് ബ്രാഹ്മൺ വധുവിനെ പോലെ മടിസാർ സാരി ചുറ്റി അതീവ സുന്ദരിയായാണ് ദിയ ചടങ്ങിനെത്തിയത്. അശ്വിൻ തട്ടുടുത്താണ് എത്തിയത്. 60 പവന്റെ ആഭരണങ്ങളും ദിയ അണിഞ്ഞിരുന്നു. മടിസാർ സാരിയിൽ ആദ്യമായാണ് ദിയയെ പ്രേക്ഷകർ കാണുന്നത്. വിവാഹ ദിവസത്തിലേതിനേക്കാൾ കൂടുതൽ സുന്ദരിയായിരുന്നു മടിസാർ സാരിയിൽ ദിയ എന്നായിരുന്നു ആരാധകരുടെ കമന്റുകൾ. ആദ്യത്തെ ദിവസത്തെ പൂജകൾ ചെയ്ത് മുഴുവനും അശ്വിനാണ്. ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി ഭർത്താവ് ചെയ്യേണ്ട പൂജകളായിരുന്നു അന്ന് നടന്നത്. 2-ാം ദിവസം ദിയ ധരിച്ചത് കറുത്ത സാരിയാണ്. അശ്വിനും കറുത്ത കുർത്തയാണ് ധരിച്ചത്. വിശേഷപ്പെട്ട ചടങ്ങ് കറുപ്പൊടുത്ത് ഗർഭിണി പ്രത്യക്ഷപ്പെടുമോ എന്ന സംശയമായിരുന്നു ഫോട്ടോകൾ പുറത്തു വന്നപ്പോൾ ആരാധകർക്ക്. അതിനുള്ള കാരണവും ദിയയുടെ അമ്മായിയമ്മ വീഡിയോയിൽ വിശദീകരിച്ചു. എന്റെ 2ാമത്തെ മകളാണ് ദിയ. 5-ാം മാസത്തിലെ ചടങ്ങാണ് നടക്കുന്നത്. കറുത്ത പുടവ ചുറ്റിയാണ് ചടങ്ങ്. ഗർഭിണി അടക്കമുള്ളവർ പങ്കെടുക്കുക. കണ്ണ് പെടാതിരിക്കാൻ വേണ്ടിയാണ് അത്. കുട്ടിക്ക് ദേഹരക്ഷ കിട്ടാനും വേണ്ടിയാണ് ഈ ചടങ്ങ് നടത്തുന്നതെന്നുമാണ് അവർ പറഞ്ഞത്. കറുപ്പ് സാരി തന്റെ സെലക്ഷൻ ആണെന്ന് തെറ്റിദ്ധരിക്കരുതെന്നും ചടങ്ങിന്റെ ഭാഗമായി അമ്മായിയമ്മ സെലക്ട് ചെയ്തതാണെന്നും ദിയ പറഞ്ഞു. തന്റെ കുടുംബത്തിൽ ആർക്കും തന്നെ ഇത്തരം ഒരു ചടങ്ങിനെ കുറിച്ച് അറിവില്ലെന്നും ദിയ പറഞ്ഞു. 2-ാം ദിവസം കുടുംബാംഗങ്ങളും ബന്ധുക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളും എല്ലാം ആരതി ഒഴിഞ്ഞും പൂക്കൾ വിതറിയും ദിയയെയും അശ്വിനെയും ആശീർവദിച്ചു. വീഡിയോ വൈറലായതോടെ ആരാധകരും ദിയയ്ക്ക് ആശംസകൾ നേർന്നെത്തി. ദിയ ഭാഗ്യം ചെയ്ത കുട്ടിയാണെന്നാണ് ഏറെയും കമന്റുകൾ. പഴയ ആചാരങ്ങൾക്ക് പിന്നിലെല്ലാം ഒരു ശാസ്ത്രമുണ്ട്, അതിനെ വന്ദിക്കുന്നു, പ്രാർത്ഥനകൾ നേരുന്നു എന്നാണ് ആരാധകരിൽ ഒരാൾ കുറിച്ചത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെയും അശ്വിന്റെയും വിവാഹം. 2 വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷമായിരുന്നു വിവാഹം.